ഹലോ എവരിബഡി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം റിഗാർഡിങ് ദ റോഡ് റൂൾസ്, റോഡ് നിയമങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹൗ ടു അവോയ്ഡ് ആക്സിഡൻറ്റ് സച്ച് തിങ്സ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹൗ ടു അവോയ്ഡ് ആക്സിഡൻറ്റ്സ് എന്നുള്ള ആ വിഷയത്തെക്കുറിച്ച് ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ സീബ്ര ക്രോസിംഗ് എന്ന് പറഞ്ഞ് ഒരു കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? വൈറ്റും ബ്ലാക്കുമായിട്ടുള്ള ഇടപെട്ടിട്ടുള്ള സീബ്രയുടെ ആ ലൈൻ പോലെ ഉള്ള അതിനാണ് സീബ്ര ക്രോസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സീബ്ര ക്രോസിങ്ങിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുജനങ്ങൾക്ക് റോഡ് മുറിച്ച് കടക്കണമെങ്കിൽ അതിനുള്ള സംവിധാനമാണ് സീബ്ര ക്രോസിങ്. പക്ഷേ നമ്മുടെ ഈ ഇവിടുത്തെ ഡ്രൈവേഴ്സിന്, വണ്ടി ഓടിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നത് സീബ്ര ക്രോസിങ്ങിലാണ്. അറ്റ് ദ സെയിം ടൈം നമ്മളിപ്പം ഗൾഫ് രാജ്യങ്ങളിലോട്ട് പോവുക, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടോ USA ഓസ്ട്രേലിയ എവിടെ പോയാലും സീബ്ര ക്രോസിംഗ് എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് ഭയമില്ലാതെ ഇറങ്ങി നടന്ന് ക്രോസ് ചെയ്ത് പോകാനുള്ള എല്ലാ അധികാരമുണ്ട്. വാഹനങ്ങൾ അവിടെ നിർത്തിയേ തീരൂ, അല്ലെങ്കിൽ വലിയ ഗുരുതരമായ പ്രശ്നമാണത്, വലിയ പണിഷ്മെൻറ്റ് കിട്ടും. പക്ഷെ നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ്. നമ്മൾ ഇങ്ങനെ ഒരു ഉദാഹരണത്തിന് പ്രായമുള്ളവർ തന്നെ ഒന്ന് റോഡ് ക്രോസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ആ സീബ്ര ക്രോസിങ്ങിൻ്റെ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കാനല്ലാതെ ഒരു കാര്യമില്ല. വണ്ടികൾ മുഴുവനും എന്നെ പല പ്രാവശ്യവും വണ്ടി ഇടിച്ചിടാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ യൂറോപ്പിലുണ്ടായിരുന്ന ഒരാളാണ്, അവിടെ കുറച്ച് നാളുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ രീതിയിൽ ഞാൻ സീബ്ര ക്രോസിങ്ങിൽ വന്ന് ഞാൻ നടന്നപ്പം ഒരു വണ്ടി വന്ന് തൊട്ടില്ല, ഇടിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ, അത്രയ്ക്ക് വന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളെന്താ ഇത് സീബ്ര ക്രോസിംഗ് അല്ലേ? അതൊക്കെ സീബ്ര ക്രോസിംഗ് ആയിരിക്കും, പക്ഷേ അങ്ങനെ തോന്നുന്നവരെ ഇറങ്ങി നടക്കരുതെന്ന് പറഞ്ഞു. അത് നമ്മളെ ഒരു വഴക്കം പറഞ്ഞിട്ട് പോയി ആ വ്യക്തി. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് 1951 ഒക്ടോബർ മുതലാണ് ഈ സീബ്ര ക്രോസിങ്ങിൻ്റെ ഒരു ഉത്ഭവം പറയുകയാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ സീബ്ര ക്രോസിങ് ഈ ഒരു സംവിധാനം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്ത് പോകണം, മുറിച്ച് കടക്കണം, അതിന് വേണ്ടുന്ന ഒരു സൗകര്യം അധികാരികൾ നൽകിയിരിക്കുന്നതാണത് നിയമപരമായിട്ട്. പക്ഷേ അതിനെ ആരും വകവെക്കുന്നില്ലെന്നുള്ളത് മാത്രം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോടെല്ലാം ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്, നമ്മുടെ ഈ സീബ്ര ക്രോസിങ്ങിൽ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ വണ്ടികൾ ഓടിക്കുക. ഈ പറഞ്ഞ പോലെ വണ്ടികൾ വരുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം അവിടെ വണ്ടി നിർത്തി ആളുകൾ കടന്നു പോയിട്ടേ നമ്മൾ വണ്ടി ഓടിക്കാൻ നമുക്ക് അവകാശമുള്ളൂ. അത് നമ്മൾ പാലിച്ചാൽ ഒത്തിരിയധികം അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മാത്രമല്ല, ജനങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്ത് പോകുന്നതിനുള്ള ആ ഭയവും മാറിക്കിട്ടും. ഇന്ന് എല്ലാവർക്കും ഭയമാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ 2-3 പ്രാവശ്യം പേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ദയവായി മനസ്സിൽ വയ്ക്കുക കേട്ടോ.